പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്രതീക്ഷിതമായ അപകടം ആകെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ശാരിയെ. ഇതേ തുടർന്ന് താരയുടെ മൃതദേഹം മറവ് ചെയ്യാൻ താൻ സഹായിക്കാം എന്ന് വ്യക്തമാക്കുന്ന നമ്മുടെ മനോഹർ ഇതേ തുടർന്ന് ശാരിയുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങി അവിടെ നിന്ന് രക്ഷപ്പെട്ടിരിക്കുകയാണ്. ഈ അവസരം ഇനി കൃത്യമായി വിനിയോഗിക്കണം എന്നുള്ള തീരുമാനവും എടുത്തുകൊണ്ട് മനോഹർ മുന്നിലേക്ക് പോവുകയാണ്. മനോഹറിനെ വിശ്വസിച്ച് ഇതേ തുടർന്ന് ശാരിയും മുന്നോട്ട് പോകുമ്പോൾ ഇനി മനു പറയുന്നത് അനുസരിച്ച് വേണം കാര്യങ്ങൾ നീക്കാനെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു. അപ്രതീക്ഷിതമായ ഈ മാറ്റങ്ങൾ രാഹുലിനെ ആകെ ഞെട്ടിച്ചു കളയുകയും എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്നറിയാതെ പകച്ചു പോവുകയും ചെയ്യുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ മറ്റൊരു വഴിത്തിരിവാണ് ഉണ്ടായിരുന്നത്. ശാരിയുടെ കയ്യിൽ നിന്ന് പൈസ തട്ടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള നീക്കവുമായി മുന്നോട്ട് പോകുന്ന മനു ഇതേ തുടർന്നുള്ള കള്ളക്കളി നടത്തുകയായിരുന്നു. താര മരിച്ചിട്ടില്ലായിരുന്നു, ബോധം മറയുക മാത്രമാണ് ഉണ്ടായത്. എന്നാൽ അത് മരണമായി വരുത്തി തീർത്ത് പുതിയ നീക്കങ്ങളിലൂടെ കൂടുതൽ കാശ് തട്ടുന്നതിന് വേണ്ടിയുള്ള നീക്കമാണ് മനോഹർ നടത്തുന്നത്. പക്ഷേ ഇതേ തുടർന്നാണ് മനുവിൻ്റെ ഈ തന്ത്രം നമ്മുടെ രാഹുൽ മനസ്സിലാക്കുന്നത്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.